ചേട്ടാ, വാടക ചോദിച്ചു പോയ വീട്ടുടമയെ കുക്കർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇങ്ങനൊരു വാർത്ത ചേട്ടൻ കേട്ട് കാണുമല്ലേ? ഈ കഴിഞ്ഞ ഉം. ദിവസമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായേ. എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഡിസംബർ 17-നാണ്. ഡിസംബർ 17 ദീപ്ഷിക ശർമ്മ ഉം. ആണ് വീട്ടുടമസ്ഥയുടെ പേര്. 4 മാസമായി അവിടെ താമസിക്കുന്ന ദമ്പതികൾ ഉം. അജയ് ഗുപ്തയും ആകൃതി ഗുപ്തയും. ഇവർ രണ്ടുപേരും 4 ഉം. മാസമായി വാടക കൊടുത്തിട്ടില്ല. ഇതിൻ്റെ പേരിൽ പലപ്പോഴും അവിടെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഈ ഗാസിയാബാദിലെ രാജ്നഗർ എക്സ്റ്റൻഷനിലെ ഉം. ഓറ ചിമേര റെസിഡൻഷ്യൽ കോംപ്ലക്സ്, അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ 2 ഫ്ലാറ്റുകളുണ്ട് ഈ ദീപ്ഷിക ശർമ്മയ്ക്ക്. ഒരെണ്ണത്തിൽ അവർ താമസിക്കുന്നു, കുടുംബമായി അവർ താമസിക്കുന്നു. മറ്റേ ഫ്ലാറ്റിലാണ്, ഈ രണ്ടാമത്തെ ഫ്ലാറ്റിലാണ് അജയ് ഗുപ്തയും ഭാര്യ ആകൃതി ഗുപ്തയും താമസിക്കുന്നത്. അപ്പോൾ 4 മാസമായി വാടക മുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ നിരന്തരം ഇവരോട് ആവശ്യപ്പെടുന്നുണ്ട് വാടക തരണം. വാടക കാണുമ്പോഴെല്ലാം ചോദിക്കും. അതങ്ങനെയാണല്ലോ, വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആളുകൾ വാടക ചോദിക്കും, ഫോണിൽ വിളിച്ച് ചോദിക്കും. അപ്പോൾ ഇതൊരു ഇങ്ങനെ ആളുകളുടെ മുന്നിലേക്ക് വെച്ച് ഇങ്ങനെ ചോദിക്കുന്നു. ഇതൊക്കെ അവർക്കൊരു അഭിമാനക്ഷതമായി തോന്നി. തങ്ങളെ കാണുമ്പോൾ പരിസരബോധമില്ലാതെ, എവിടെയാണെന്ന് ഓർക്കാതെ, തങ്ങളെ കാണുമ്പോഴെല്ലാം വാടക ഇതുവരെ വന്നില്ല, വാടക വീട്ടുടമസ്ഥരെ വർത്തമാനം അറിയാമല്ലോ, വളരെ പരുഷമായി സംസാരിക്കുന്നു. അങ്ങനെയാണ് ഈ ദീപ്ഷിക ശർമ്മ, ഇവർ ഇങ്ങനെ എത്ര ചോദിച്ചിട്ടും വാടക കൊടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 17-ാം തീയതി ദീപ്ഷിക ശർമ്മ ഇവരുടെ ഫ്ലാറ്റിലേക്ക് വാടക ചോദിക്കുന്നതിന് വേണ്ടി എത്തുന്നത്. അവിടെ എത്തി വാടകയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവർ തമ്മിൽ വർത്തമാനമാകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് കേട്ടിട്ടുള്ളത്. വാടക കുടിശ്ശിക ചോദിച്ചതിന് വീട്ടുടമസ്ഥയെ കൊലപ്പെടുത്തുക. അതങ്ങനെ ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ലാതൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പം തിരിച്ച് സംഭവിച്ചിട്ടുണ്ട്. വാടകക്കാർ ഇറങ്ങിപ്പോകാത്തതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് വീട്ടുടമസ്ഥയെ തന്നെ, ഇവരുടെ ഭർത്താവും ഇവരുമാണ് അവിടെ താമസിക്കുന്നത്. ഈ വീട്ടുടമസ്ഥയെ തന്നെ തീർക്കുക. ആലോചിച്ച് നോക്കണം, 4 മാസത്തെ വാടകയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവരെന്തായാലും അവിടെ ചെന്നു ഇവർ തമ്മിൽ വാക്കുതർക്കമായി, സംസാരമായി. വാടക ഒന്നിൽ ഈ കാണുമ്പോഴൊക്കെ അടുത്ത ദിവസം തരാം, അല്ലെങ്കിൽ പിന്നെ ആകട്ടെ, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ ഒഴിയുന്നത്. ഇവർ നേരിട്ട് ചെല്ലുമെന്ന് ഇവർ കരുതിയതുമില്ല. നേരിട്ട് ചെന്നതോടുകൂടി ഇവർ തമ്മിൽ വാക്കുതർക്കം മൂർച്ഛിച്ചു. അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് എന്ത് വെച്ചാൽ അവിടെ പ്രഷർ കുക്കർ ഉണ്ടായിരുന്നു. ഈ പ്രഷർ കുക്കർ കൊണ്ട് അവരുടെ തലയ്ക്കടിച്ചു. പ്രഷർ കുക്കർ കൊണ്ട് തലയ്ക്കടിച്ചു എന്നുള്ളത് കൂടാതെ ദുപ്പട്ട കൊണ്ട് കഴുത്ത് ഞെരിച്ച് മരണം ഉറപ്പാക്കി. ഇവർ മരിച്ചു എന്ന് ഉറപ്പാക്കി. എന്നിട്ട് ഇവരും ഈ മൃതദേഹം, ദീപ്ഷിക ശർമ്മയുടെ മൃതദേഹം ഒരു സൂട്ട് കേസിലാക്കി. ഇനി ഇതെവിടെയെങ്കിലും കൊണ്ട് കളയണം, ഉപേക്ഷിക്കണം, ഈ മൃതദേഹം ഉപേക്ഷിക്കണം. അങ്ങനെ ഇതുമായിട്ട് പുറത്തേക്ക് കടക്കാൻ തുടങ്ങുമ്പോഴാണ് വേറൊരാൾ അവിടെ രംഗപ്രവേശം ചെയ്യുന്നത്. അതാണ് ഈ ദീപ്ഷിക ശർമ്മയുടെ വീട്ടിലെ ജോലിക്കാരിയായിട്ടുള്ള മീന എന്നാണ് ആ വീട്ടുജോലിക്കാരിയുടെ പേര്. ആ വീട്ടുജോലിക്കാരി പോലീസിനോട് പറഞ്ഞ ഒരു കാര്യം, ഈ ദീപ്ഷിക ശർമ്മയോട് പറഞ്ഞതാണ്, ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം, ഇവരുടെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് വരാം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ദീപ്ഷിക ശർമ്മ അത് കേട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഈ മീനയെ വിലക്കി, വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർ തമ്മിൽ ഒരു വീട്ടുജോലിക്കാരി എന്നതിനപ്പുറം ഇവർ തമ്മിൽ അത്രമാത്രം ഗാഢമായ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. ഒരു ജോലിക്കാരി എന്നുള്ളതിനപ്പുറം ഒരു പരിഗണന മീനയ്ക്ക് ലഭിച്ചതുകൊണ്ടാണല്ലോ മീന അങ്ങനെ പറയുന്നത്. അതുമാത്രമല്ല, രണ്ടാമത്തെ കാര്യം, ഈ ദമ്പതികളുടെ സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായി മീനയ്ക്ക് അറിയാം. അപ്പോൾ അവർ ഏത് തരത്തിലുള്ള ആളുകളാണ്, ഈ അജയ് ഗുപ്തയും ആകൃതി ഗുപ്തയും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത് ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ ആരും പറയത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ മീന, ഇവർ അധ്യാപികയാണ് കേട്ടോ, ദീപ്ഷിക ശർമ്മ അധ്യാപികയാണ്. അപ്പോൾ ഈ ദീപ്ഷിക ശർമ്മ വാടക ചോദിക്കാൻ പോയിട്ട് ഏറെ നേരം കഴിഞ്ഞിട്ടും കാണുന്നില്ല. അങ്ങനെയാണ് മീന അന്വേഷിച്ചിറങ്ങുന്നത്. മീന ഇവരുടെ ഫ്ലാറ്റിലും എത്തി ചോദിച്ചു. ഇവരുടെ ഫ്ലാറ്റിലെത്തി ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, ഒരു വ്യക്തമായ മറുപടി ഇട്ട് പറഞ്ഞതുമില്ല. അപ്പോൾ ഇവർക്ക് വീണ്ടും സംശയമായി.
സംശയം തോന്നിയിട്ട് ഇവർ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇവരുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നു, ഈ ദമ്പതിമാരുടെ ഫ്ലാറ്റിലേക്ക് ദീപ്ശിക ശർമ്മ പോകുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. പക്ഷെ പോകുന്നതല്ലാതെ ഇവർ തിരിച്ചു വന്നിട്ടില്ല. ഇവരങ്ങോട്ട് പോയത് ദൃശ്യത്തിൽ കാണിക്കുന്നുണ്ട്, തിരികെ വന്നത് കാണിക്കുന്നില്ല. അതോടുകൂടി ഇവർ പോലീസിൽ അറിയിച്ചു. മീന പോലീസിൽ വിവരം അറിയിച്ചു. മീനയ്ക്ക് മനസ്സിലായി ഇവരവിടെ തന്നെ ഉണ്ട്. എന്ത് സംഭവിച്ചു എന്നുള്ള അറിയില്ല, ഇവരെന്തായാലും അവിടെ തന്നെ ഉണ്ട്. ആ ദൃശ്യങ്ങളിൽ ഇവരങ്ങോട്ട് പോയിട്ടുള്ളത് കാണിക്കുന്നുണ്ട്, ഇങ്ങോട്ടില്ല. ആ സംശയത്തിലാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. അപ്പോൾ പോലീസിനെ വിവരം അറിയിച്ച് ഇവർ തിരികെ വരുന്ന സമയത്ത് കാണുന്നത് ഈ സൂട്ട് കേസുമായിട്ട് ഈ ദമ്പതികൾ ഓട്ടോയിൽ കയറാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. അവർ തടഞ്ഞു, മീന തടഞ്ഞു. മീന തടഞ്ഞു എന്ന് പറഞ്ഞാൽ മീന ഒരു അസാധാരണ ധൈര്യശാലിയാണ്. മറ്റവർ രണ്ടുപേരുണ്ടെന്ന് മാത്രമല്ല, ഒരു കൊലപാതകം ചെയ്തിട്ട് നിൽക്കുന്ന രണ്ടുപേരാണ്. ആ മൃതശരീരം സൂട്ട് കേസിലാക്കി നിൽക്കുന്ന രണ്ടുപേരാണെന്ന് ഓർക്കണം. അതൊന്നും മീനയ്ക്ക് അറിയത്തില്ല. അപ്പം മറ്റവർ യഥാർത്ഥത്തിൽ കൊലപാതകം നടത്തി അത്രയും ക്രൂര മനസ്സോടെ നിൽക്കുന്ന രണ്ടുപേരാണ്. അവരെയാണ് ഈ മീന തടഞ്ഞു നിർത്തിയത്. പോലീസ് വന്നിട്ട് പോയാൽ മതി, ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് പോയാൽ മതി, എവിടെയാണ് എൻ്റെ ഈ ഉടമസ്ഥ, വീട്ടിൻ്റെ ഉടമസ്ഥ എന്നുള്ളത് അറിഞ്ഞിട്ട് പോയാൽ മതി, പോലീസ് ഇപ്പോൾ വരും. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർ ഈ സൂട്ട് കേസുമായിട്ട് നേരെ ഫ്ലാറ്റിനകത്തേക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ അത്രയും നേരം മീന ഇവരെ തടഞ്ഞു വെച്ചു. ഇവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുണ്ടായില്ല. ഒരുപക്ഷെ മീന ഇതിന് ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഉടനെ ഒന്ന് ചിലപ്പോൾ കണ്ടുപിടിക്കാം. കാരണം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവർ അതിനകത്ത് പോയിട്ടുണ്ട്, പിന്നെ തിരികെ വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് പോലീസിന് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇത്ര വേഗം അല്ലെങ്കിൽ ഇത്ര ധൈര്യത്തോടെ അവരെ തടഞ്ഞു നിർത്തുകയും പോലീസ് വരുന്നിടം വരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്ത മീന എന്തായാലും ബുദ്ധിപരമായ നീക്കമാണ്. എന്തായാലും പോലീസ് വന്നു, ഈ ദമ്പതികളെ പിടികൂടി ചോദ്യം ചെയ്തു. സൂട്ട് കേസിൽ എന്താണെന്ന് ചോദിച്ചു. സൂട്ട് കേസിൽ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. വന്നിട്ട് CCTV ദൃശ്യത്തിൽ, അപ്പോൾ മീന പറഞ്ഞു CCTV ദൃശ്യത്തിൽ ഞാൻ നോക്കി, അവിടെ CCTV നോക്കിയപ്പോൾ ഇവരുടെ ഫ്ലാറ്റിലേക്കാണ് കയറി പോകുന്നത് കണ്ടത്, പിന്നീട് ഇതുവരെ തിരിച്ചിറങ്ങിയിട്ടില്ല എന്ന് മീന പറഞ്ഞു. അങ്ങനെ എവിടെയാണ് ദീപ്ശിക എന്ന് പോലീസ് ചോദിച്ചു. അപ്പോൾ കൃത്യമായ മറുപടിയില്ല. ദീപ്ശിക എവിടെ? ദീപ്ശിക ഈ സൂട്ട് കേസിലിരിക്കുക. സൂട്ട് കേസിൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അത് വസ്ത്രങ്ങളാണ്, ലഗേജാണ് തുറക്കാൻ പറഞ്ഞു. തുറന്നപ്പോഴാണ് ഈ ദീപ്ശികയുടെ മൃതദേഹം കാണുന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല, പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ ഇപ്പോൾ റിമാൻഡിലാണ്. എന്തായാലും വാടക ചോദിക്കാൻ പോയ ദീപ്ശികയ്ക്ക് സംഭവിച്ചത് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ വാടകയൊക്കെ ചോദിക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം വാടകയൊക്കെ ചോദിക്കാൻ. നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത ഒരു സംഭവമായതുകൊണ്ടാണ്, ഒരു ക്രൈം ആയതുകൊണ്ടാണ് നമ്മളത് ഇവിടെ പറഞ്ഞത്. ശരി.